ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബസൂക്ക. എന്തിന് ബസൂക്ക കാണണം എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സിനിമ കണ്ട ഏതൊരാളും എടുത്തു പറയുന്ന എനിക്ക് ഉറപ്പുള്ളൊരു മൂന്നാല് സാധനങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഒന്ന്, ഇതിന്റെ ആദ്യത്തെ ഒരു 10-45 മിനിറ്റ് നേരം ഡീനോ ഡെന്നിസ് എന്ന് പറയുന്ന സംവിധായകൻ ഈ സിനിമ മേക്ക് ചെയ്ത് വെച്ചേക്കുന്ന രീതി എന്ന് പറയുന്നത് എന്റെ അമ്മോ, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യന്റ്, ശരിക്കും ബ്രില്യന്റ് ആണ്. കാരണം മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്ര ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വരുന്ന വരവിൽ അത്രയും കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വന്ന് വന്ന് നമ്മൾ ഞെട്ടി 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 നിൽക്കുന്നതിന്റെ ഇടയിൽ മമ്മൂക്കിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രോ. അത് കഴിഞ്ഞ് മമ്മൂക്കിന്റെ ഫേസ് ആണ് എത്തുന്ന സമയത്ത് ഒരു പരിപാടി കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് വരെ. എന്റെ അമ്മോ, അമേസിങ്. അത് ഭയങ്കരമാണ്. നമുക്കത് ആ ഫീലേ, അത് എന്താ പറയാ, അത് ഭയങ്കര നമ്മൾ ആർപ്പൊളിച്ചു പോകും. അങ്ങനത്തെ ഒരു സാധനം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കെന്റെ ഫേസിൽ വെച്ചൊരു സാധനം കൊണ്ടുവന്നിട്ട് അത് ഗെയിമിംഗ് പരിപാടിയാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. ആ സാധനം തന്നെ ഒരു പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല. രണ്ട്, മമ്മൂക്കിന്റെ ഡിഫറെന്റ് ലുക്സ് ഉണ്ട്. ലുക്സ് എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് ലുക്ക്, ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. അത് ഏറ്റവും എൻഡിൽ വരുന്ന ഒരു സാധനം, അത് വേറെ ലെവലിലെ സാധനമാണ്. അത് നിൽക്കട്ടെ. അതല്ലാതെ ഫുൾ കോട്ടും ചുട്ടൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ സാധനം, പിന്നെ തുടക്കത്തിലുള്ള ഒരു ഗെറ്റപ്പ്, അതല്ലാതെ ഇതിന്റെ ഇടയിൽ മുടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഗെറ്റപ്പ്, അയ്യോ എന്താണ് കാണിച്ചു വെച്ചാൽ മമ്മൂക്കേനെ ശരിക്കും ഒരു 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 മമ്മൂക്കനോട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, ശരിക്കും ഒരു ആരാധകനൊക്കെ ആണെങ്കിൽ അങ്ങനെ പൂണ്ട് വിളയാടാനുള്ള പരിപാടി കാണിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ഫാൻ ബോയ് പടം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ മമ്മൂക്കിന്റെ സ്റ്റൈലിനോട് അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമറിനോട് അഡ്മിറേഷൻ ഒരാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഇനി ഇതിലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ BGM, ഇതിലെ പാട്ട്, എനിക്കിതിലെ നമ്മുടെ ശ്രീനാഥ് ബാസി പാടിയ പാട്ടൊന്നും അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷെ അതൊക്കെ തിയേറ്ററിന്റെ ഫീൽ എന്ന് പറയുന്നത്, തിയേറ്റർ വൈബ് വേറെ ലെവലാണ്. ആൻഡ് ഇതിലെ ഒരുപാട് തുടക്കം മുതൽ അവസാനം വരെ, ഏറ്റവും അവസാനത്തെ എൻകാർഡ് വരെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു BGM ഉണ്ട്. എൻ്റെ അമ്മോ, മ്യൂസിക് ഡയറക്ടർ ബ്രില്യന്റ് വർക്ക്, ഔട്ട്സ്റ്റാൻഡിങ് വർക്ക്, അത്ര ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇതിന്റെ അവസാനത്ത് മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇത്രയും സിനിമ, എത്ര സിനിമ ചെയ്ത് എനിക്കറിയില്ല, ഇത്രയും കൊല്ലം സിനിമയിൽ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും അത് മമ്മൂക്കിന്റെ ഒരു എന്താ പറയുക, അതൊരു ഐക്കോണിക് പരിപാടി എന്നല്ല പറയാൻ പറ്റില്ല. എങ്ങനെ അത് പറയാ, അത് പുള്ളിക്ക് മാത്രം കഴിയുന്ന സാധനമാണ്. അതായത് ഇതുവരെ ഒരു കഥാപാത്രം കൊടുത്തിട്ടില്ലാത്തൊരു രീതിയിലുള്ള സംസാരവും ആ ഒരു സ്റ്റൈലും, ഒരു വാക്കിംഗ് സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മോ, എന്ത് രസം അറിയോ. അത് പുള്ളി ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പുള്ളി ആ സീൻ ചെയ്തപ്പോൾ പുള്ളി സ്വയം അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് ചെയ്തേക്കാണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അത് ഈ സിനിമയിലെ പീക്ക് അവിടെയാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പീക്ക് ലെവൽ അവിടെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ക്ലൈമാക്സ് ഭാഗത്തുള്ള കുറച്ച് സാധനങ്ങളാണ്. നമുക്കിങ്ങനെ വരുന്നു, അവിടെ പറഞ്ഞ ഡയലോഗ്സ്, അതിന്റെ ഒരു ചിരിയൊക്കെ ഉണ്ട്. ഇങ്ങനെയല്ല, ആ സാധനമൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ, അതവിടെ നിൽക്കട്ടെ. ഇനി സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ്. നല്ല എന്താ പറയുക, ക്ലച്ചും ഗിയറും പരിപാടികളൊക്കെ ഉണ്ടായിട്ട് പരിപാടി പറഞ്ഞ് പോകുന്നുണ്ട്. നല്ല കണക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ, ഇത് കൊള്ളാലോ, അത് കൊള്ളാലോ, അതുക്കും മേലെയാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നിപ്പോയിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറേ സ്ഥലത്ത് നല്ല ഫൈറ്റ് കാര്യങ്ങൾ, അടിപൊളി സാധനങ്ങളൊക്കെ തന്നപ്പോഴും ഭയങ്കരമായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യിച്ചാൽ ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് അത് ലാഗ് ഫീൽ ചെയ്ച്ചാൽ പടം ഇഴച്ചിലാണെന്നല്ല, ഇത് എന്താ ചെയ്യണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥ. അത് എല്ലാവർക്കും ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ബ്രില്യന്റ് എന്നാണ് പറയുന്നത്. അത്ര ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അത് വേറെ ലെവലുമാണ് ഡീനോ ഡെന്നിസ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സ്ക്രിപ്റ്റിലുള്ള ചില കാര്യങ്ങൾ, അത് ഒരു ഗെയിം കളിക്കുന്ന പോലെ പല സ്റ്റെപ്പ് ഗെയിം, ഇപ്പോൾ 1-ാം ലെവൽ ഓപ്പൺ ആയി, 2-ാം ലെവലിലേക്ക് പോയി, 3-ാം ലെവലിലേക്ക് പോയി, 4, 5, 6, അവസാനം ഇതിന്റെ ഫൈനൽ എപ്പിസോഡ്, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ കുറെ ഗെയിം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ അർത്ഥം എന്താണ്, ഇത് എങ്ങോട്ടോ പോകണമെന്നുള്ള നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാമായിരുന്നു എന്ന രീതിയിൽ ഒരു സാധനം വന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ കുറെ സ്ഥലങ്ങൾ അതെന്തെങ്ങനെ ചെയ്തത്, പക്ഷെ ഇതെന്തെങ്ങനെ ചെയ്തത് എന്നുള്ള തോന്നലും വന്നു. പക്ഷെ അവസാനം ക്ലൈമാക്സിലേക്ക് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് പല കാര്യങ്ങളും അവർ സസ്പെൻസ് ആയിട്ട് വെച്ചത് അതുപോലെ തന്നെ കടന്ന എൻഡിൽ നമ്മൾ ഞെട്ടിപ്പോയത്. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോഴാണ് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഈ ലാഗ് എന്നുള്ളത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കുറെ സ്ഥലത്ത് നമുക്ക് അതൊരു ഭയങ്കരമായിട്ട് ഒരു എന്താണ് ഒരു സുഖം കിട്ടുന്നില്ലല്ലോ, എന്തത് മനസ്സിലാവണില്ലോ എന്നുള്ളൊരു തോന്നൽ ശരിക്കും ഉണ്ട്. അത് കണ്ടിട്ടുള്ള 90% ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതൊക്കെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്
ഈ ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. സോ ആ ഇടയിൽ വന്ന ഒരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് നേരത്തേക്ക് വന്ന ഒരു ലാഗ് ഫീല് എൻഡിൽ കൊണ്ടിട്ട് ഒറ്റ അടിക്കണ്ട് തടിച്ച് തരിപ്പണാക്കിയിട്ട് പടം വീണ്ടും ടോപ്പിക്കണ് കയറി. അതാണ് ഇത് കണ്ടപ്പോഴുള്ള ശരിക്കുള്ള എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതിൽ വീണ്ടും വീണ്ടും എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ബീജിയം വഹിച്ചിട്ടുള്ള പങ്ക് എന്ന് പറയുന്നത് നമ്പർ 1 ആണ്. അത് ഒന്നാമത്തെ സാധനം തന്നെ അതാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഡയറക്ഷൻ സ്റ്റൈൽ പോലും എനിക്ക് തോന്നിപ്പോയി. അത്ര ഗംഭീരമായിട്ടുള്ള മ്യൂസിക്, അതിൽ പാട്ടുകൾ യൂസ് ചെയ്തിരിക്കുന്നത്, ബീറ്റുകൾ യൂസ് ചെയ്യുന്നത്, അവര് ഹുസ്തക്കിങ് ആ സാധനമാണെങ്കിലും അത് മാത്രമല്ല, എന്തിന് ഈ ബെഞ്ചമിൻ ജോഷോ എന്ന് പറഞ്ഞുള്ള നമ്മുടെ GVMന്റെ ഒക്കെ സ്ക്രീൻ പ്രസൻസ്, പുള്ളിനൊക്കെ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്, പുള്ളിന്റെ ഇൻട്രോ. ഒരു കാറിൽ ഒരു സാധനം, കാറിന് ഇറങ്ങണ സമയത്ത് ഒരു BGM കൂടെ വരും, മോനെ കേറും ഏത് കൂടെ. അതൊരു സാധനം അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് കൊടുത്തു. അവിടെ ബിലാലിലുള്ള പുള്ളിക്കാരുണ്ടല്ലോ, അവിടെ ബിലാലിന്റെ അനിയൻ മരിക്കുന്ന പുള്ളിയുടെ ഒരു കഥാപാത്രം ഉണ്ട്. അതൊക്കെ ആ ഷോട്ടുകളൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെ ഒരുപാട് ഷോട്ടുകളുണ്ട്, ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. ആ ഫ്രെയിംസിൽ വരുന്ന ആളുകളുടെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് ക്ലൈമാക്സ് സ്വാഗിനോട് ഒന്നും എടുക്കൂല കേട്ടോ. അത് നിങ്ങൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ്. അതും നല്ല ക്രൗഡുള്ള സ്ഥലത്താണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ലാസ്റ്റ് വരെ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണാം. ഈ പറഞ്ഞ കുറച്ച് നേരത്തേക്ക് ലാഗോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എൻഡിലേക്ക് എന്തോ ഒരു മഹാസംഭവം അവർ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാമിയോ ഉണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്ന സമയത്ത്, ഭയങ്കര സീരിയസ് ആയിട്ട് ഈ അടുത്തത് എന്താണെന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് കുറെ ആളുകൾ തോക്ക പിടിച്ചു വന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചിങ്ങനെ വരികയാണ്. അവിടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ഉണ്ട്. അയ്യോ, അത് ഭയങ്കരമായി പോയി. അത് ഭയങ്കര കോമഡി ആയി പോയി. തിയേറ്റർ മൊത്തം ചിരിയായിരുന്നു. കാരണം അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനത്തെ ഒരു സിനിമയിൽ, അതും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു ക്യാമിയോ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. ആ രീതിയിലൊരു ക്യാമിയോ വന്നിട്ട് പേര് ഞാൻ പറയുന്നില്ല, കാരണം ഭയങ്കര സ്പോയിലർ ആയി പോകും. അത് നിങ്ങൾ കണ്ട് തന്നെ എൻജോയ് ചെയ്യുക. ഒരു പക്ഷേ അത് പുറത്തേക്ക് ആ ക്യാമിയോന്റെ പേരൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും അറിയാതെ പോയി കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ എന്നെ സംബന്ധിച്ച് ബസൂക്ക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഔട്ട്സ്റ്റാൻഡിങ് ഫസ്റ്റ് ഹാഫ്, ഒരു ഓക്കെ സെക്കൻഡ് ഹാഫ് വിത്ത് ബ്രില്യൻറ്റ് അമേസിങ് ക്ലൈമാക്സ്. അങ്ങനെയാണ് എനിക്ക് ബസൂക്കിനെ കുറിച്ച് വളരെ ചെറുതായിട്ട് പറയാൻ തോന്നുന്നത്. ആൻഡ് മമ്മൂക്ക വൺസ് അഗെയിൻ